രാജ്യമൊട്ടുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്താൻ വോട്ടർ പട്ടികയിൽ നടത്താൻ ഒരുങ്ങുകയാണ്. ബീഹാറിൽ SIR കൊണ്ടുവന്നു. അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം നൽകുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR ബീഹാറിന് പുറത്തേക്ക് ഇപ്പോൾ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിലും ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തുകൊണ്ടായിരിക്കും ഇത്ര ധൃതിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊരുങ്ങുന്നത്? ഇത്ര ധൃതിയോടുകൂടി ഇതിനൊരുങ്ങുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആളുകൾ വിചാരിക്കുക, ഇപ്പോൾ വോട്ടർ പട്ടിക കൃത്യമാക്കാൻ പോകുന്നു, കൃത്യമാക്കുമ്പോൾ കുറേ ആളുകൾ ഇത് എതിർക്കാൻ വരുന്നു, ആ എതിർക്കാൻ വരുന്ന ആളുകൾക്ക് എന്തോ പ്രത്യേകിച്ച് താല്പര്യമുണ്ട് എന്നാണ് പൊതുവിൽ വിചാരിക്കുക. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും കൊള്ളാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ബോഡി ആയാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ ഇതാ കൃത്യമാക്കാൻ പോകുന്നു, ഞങ്ങളിത് ഇന്ന ദിവസം മുതലുള്ളത് വെച്ചിട്ട് ഞങ്ങളിത് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ചോദ്യം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആളുകളോട് പൊതുവിൽ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൃത്യമാക്കാൻ പോകുമ്പോൾ ഇത് എന്തിനാണ് ഇത് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. സെയിം സിനാരിയോ ആണ് ഇവിടെ ഉള്ളത്. ബീഹാറിലുണ്ടായി. ഇപ്പോൾ രാജ്യവ്യാപകം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കുക രാജ്യത്തെ മൊത്തം വോട്ടർ പട്ടിക അങ്ങ് ക്ലീൻ ആക്കാൻ പോകുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാം ക്ലീനായിട്ടാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ക്ലീൻ ആക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ഇതാ കുറേ ആളുകൾ വന്നിട്ട് ഇതെന്തിനാണെന്ന് ചോദിക്കുന്നു എന്നാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ മരിച്ച ആളുകളുണ്ട്, 18 വയസ്സ് പൂർത്തിയായിട്ടും ചേർക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, പിന്നെ സ്ഥലം മാറിപ്പോയ ആളുകളുണ്ട്, മൈഗ്രേഷൻ. ഇപ്പോൾ ബീഹാറിലും പറഞ്ഞ് ബീഹാറിൽ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് അവിടെ നടത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് നടത്താൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാജ്യത്ത് മൊത്തം മൈഗ്രേഷൻ കൂടുതലായിട്ട് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാരണങ്ങളാലൊക്കെ ഇത് പരിഷ്കരിച്ചേ പറ്റൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ശരി, നമ്മളത് അംഗീകരിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതൊക്കെ പരിഷ്കരിച്ചു. അങ്ങനൊരു അസ്യൂംഡ് സിറ്റുവേഷനാണ്. ഇതൊക്കെ പരിഷ്കരിച്ചു. ഈ പറയുന്ന വിധത്തിൽ ജനുവരി 10 മറ്റോ ആണ് ഇപ്പോൾ, ജനുവരി 1 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 2026 ജനുവരി 1 എല്ലാ കുറ്റങ്ങളും മാറ്റി കുറ്റമറ്റൊരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ നിലവിൽ വരും എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. 2026 ജനുവരി 1 കുറ്റമറ്റൊരു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കുക. എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒക്കെ ശരിയാണ്, എല്ലാം അംഗീകരിച്ചിട്ട് അത് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കുക. തൊട്ടടുത്ത ദിവസം 2026 ജനുവരി 2 നമ്മളെടുക്കുക. രാജ്യത്ത് നിലവിലുള്ള ഒരു ജനന മരണ നിരക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി രാജ്യത്ത് മരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 26,600 എന്നാണ് ഒരു പൊതുവിലുള്ള കണക്ക്. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം ഒരു ദിവസം 26,600 പേര് മരിക്കും. ജനനനിരക്ക് നോക്കിയാലോ, ഒരു 63,000 പേര് ജനിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഇതാണ് കണക്ക്. അപ്പോൾ ഈ 2026 ജനുവരി 1 കഴിഞ്ഞ് ജനുവരി 2 ആകുമ്പോഴത്തേക്കും 26,600 പേര് വോട്ടർ പട്ടികയിലുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടാവും, ശരാശരി മരിച്ചിട്ടുണ്ടാവും. ഇനി ജനനനിരക്ക് വെച്ചാൽ 63,000 പേര്, അതായത് 2025 കണക്കാണ് നമ്മൾ ജനനനിരക്ക് പറയുന്നത്. 63,000 പേര് ജനിക്കുന്നു എന്ന് പറയുന്നത് 18 വർഷം മുമ്പ് ഉള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ 63,000-ലധികം പേര് ഒരുപക്ഷെ ജനിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ജനന നിയന്ത്രണം, പോപ്പുലേഷൻ കൺട്രോളിനെ കുറിച്ചുള്ള അവബോധം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടാണ് 2025 ആകുമ്പോൾ 63,000 എന്ന് പറയുന്നത്. 18 വർഷം മുമ്പ് ഒരുപക്ഷെ അതിൽ കൂടുതൽ, അല്ല വേണ്ട, 18 വർഷം മുമ്പ് 63,000 പേര് തന്നെ ജനിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ 63,000 പേർക്ക് ജനുവരി 2 ആകുമ്പോൾ പ്രായപൂർത്തി വോട്ടവകാശമാവും. ഇത് രണ്ടും കൂടെ കണക്കാക്കിയാൽ ഏതാണ്ട് 89,600 പേർക്ക് ജനുവരി 2 ആകുമ്പോൾ, 2026 ജനുവരി 2 ആകുമ്പോൾ വോട്ടർ പട്ടികയിൽ ഒന്നുമില്ല ഡിലീഷനാണ്, അല്ലെങ്കിൽ ചേർക്കാറായി. ഇതാണ് അവസ്ഥ. ഇനി ഒരു 10 ദിവസം അതുകൊണ്ട് കൂട്ടിച്ചേർക്കാം നമ്മൾ. അതായത് ഈ ജനുവരി 2 കഴിഞ്ഞ് ജനുവരി 12 ആയിക്കഴിഞ്ഞാൽ ഈ 89,600 × 10 89 ലക്ഷമായി. 100 ദിവസം കണക്കാക്കുക, 8 കോടിയായി. ഇതാണ് അവസ്ഥ.
ഓരോ ദിവസം എന്നുള്ള നിലയിലും ഈ വോട്ടർ പട്ടിക പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കണം. ഈ സ്പെഷ്യലി ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ് എല്ലാ ഇതും മാറ്റി ഇനി അത് വിടുക, ജനനവും മരണവും ഇല്ല തീർന്നു എന്ന് വിചാരിക്കുക. ഈ 2026 ജനുവരി 1 ഉണ്ടായിരുന്ന ആളുകളായിരിക്കില്ല 2026 ജനുവരി 2 കാരണം വെച്ചാൽ മറ്റേ സ്ഥലം മാറിപ്പോകുന്ന ആളുകളുണ്ടാവും, സർക്കാർ സർവീസ് സ്ഥലം മാറിപ്പോകുന്ന ആളുകളുണ്ടാവും. സർക്കാർ സർവീസ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ എത്ര സർക്കാർ സർവീസുള്ള ആളുകളുണ്ട്, തമിഴ്നാട്ടിൽ എത്ര പേരുണ്ട്, കർണാടകയിൽ എത്ര പേരുണ്ട്, ഈ 10-29 സംസ്ഥാനങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര പേരുണ്ട്, കേന്ദ്ര സർവീസിൽ എത്ര പേരുണ്ട്, ഇങ്ങനെ സ്ഥലം മാറിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇനി അതൊക്കെ ഇല്ല എന്ന് വിചാരിക്കുക, സംസ്ഥാനവും ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും ഒന്നും സ്ഥലം മാറ്റുന്നില്ല, എന്നാൽ പോലും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്ഥലം മാറിപ്പോകുന്ന, പുതിയ തൊഴിലവസരം തേടി പോകുന്ന, കൂലിപ്പണിക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ടാവും രാജ്യത്ത്. അവർ 2026 ജനുവരി 1 കഴിഞ്ഞാൽ പിന്നെ സ്ഥലം മാറി പോകുന്നില്ല എന്നാണോ? അല്ലല്ലോ, അവർ പോവും. അത് ബീഹാറിലല്ല, ഇന്ന് പ്രധാനമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ നിന്ന് എത്രയോ മനുഷ്യന്മാർ കേരളത്തിലേക്ക് വരുന്നുണ്ട് ജോലി തേടിയിട്ട്. അവർ 2026 ജനുവരി 1 കഴിഞ്ഞാലും പോരും. ചിലപ്പോൾ ഇവിടെ വന്ന ആളുകൾ തിരിച്ചു പോകും. ഇതൊരു ഒരു ഒരു വലിയ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയുടെ പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്തിനാണ് പിന്നെ നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ട്, ഇപ്പോൾ ബീഹാറിൽ പറഞ്ഞത് 2003 ആയിരുന്നു, 2003 ഒരു ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞ 2002 ആണ്. 2002 കണക്കാക്കിയിട്ട് പ്രത്യേക പരിഷ്കരണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെന്തിനാണ് 2002 2003 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത് വെറുതെ പരിഷ്കരിക്കുകയാണോ അതോ പ്രത്യേക ഉദ്ദേശത്തോടെ പരിഷ്കരിക്കുകയാണോ? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ്. അതോ ഇത് പ്രത്യേക ഉദ്ദേശത്തോടുള്ള സ്പെഷ്യൽ എന്താ പറയുക, പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശത്തോടുള്ള പരിഷ്കരണമാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ മോട്ടീവോട് കൂടിയിട്ടുള്ള പരിഷ്കരണമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ, ആ സംശയം നമുക്ക് മാറുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വിമർശനം. ഇപ്പോൾ ബീഹാറിൽ മാത്രമായിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വിമർശനത്തെ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, ബീഹാറിൽ ജയിച്ചേ പറ്റൂ, അതുകൊണ്ട് അവിടെ കുറേ ആളുകളെയൊക്കെ ഒഴിവാക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തുകൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണമാണോ നടക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉയർന്നപ്പോൾ ഇല്ലല്ല, ഞങ്ങൾ ബീഹാറിൽ മാത്രമല്ല രാജ്യവ്യാപകമായിട്ട് പരിഷ്കരിക്കാൻ പോകുന്നു എന്ന് പറയുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ പറയുന്നത്, അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ട് രാജ്യം ഭരിക്കുന്ന സർക്കാരും ആ സർക്കാരിൻ്റെ പിന്നിലുള്ള ബി ജെ പിയെ നയിക്കുന്ന RSSO പറയിപ്പിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതേ ചോദ്യം രാജ്യവ്യാപകമായിട്ട് നടക്കുമ്പോഴും ഉയർന്നു വരും. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇപ്പോൾ കേരളത്തിലും ഇനിയിപ്പോൾ പൊതുതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലും ഇത് 3 മാസം സമയം കൊടുത്ത് ഇത് ഇത്ര പെട്ടെന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്നെന്തെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള പ്രായോഗികത അതല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി, അത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ വേറെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റോ അനുകൂലമായ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നേടുന്നതിന് വേണ്ടിയിട്ടാകുമോ, അതിനുവേണ്ടിയാകുമോ ഈ ഒരു ഇത്ര ധൃതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനാകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ആ അലിഗേഷൻസ് ഇപ്പോൾ എന്താ പറയുക, കർണാടകയിലെ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ 1,25,000 വോട്ട് അല്ലെങ്കിൽ 1,250 വോട്ട് അധികമായി ചേർത്തു. അതിൻ്റെ ക്രമക്കേടുണ്ടായി എന്ന അലിഗേഷൻ വരുന്നതിന് മുമ്പേ തന്നെ തൃശ്ശൂരിനെ കുറിച്ച് അലിഗേഷനുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ ഈ അലിഗേഷൻ അവിടുത്തെ ലോക്കലായിട്ടുള്ള പ്രാദേശിക നേതാക്കൾ, CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ചേർക്കുകയാണ് എന്നുള്ള അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ അലിഗേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുക, അതായത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നു. അത് ഈ പറയുന്ന 2026 ജനുവരി 1 പ്രാബല്യത്തിൽ വരുന്ന വിധത്തിലാണ് ആ റിവിഷൻ നടക്കുന്നത് എന്ന് നമ്മൾ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി സമ്മതിക്കുക. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇപ്പം നിലനിൽക്കുന്ന, ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്ന വിധത്തിലുള്ള അലിഗേഷൻസ്, അതായത് കൂടുതൽ വോട്ടർമാരെ ചേർത്തു, അവിടെ നിന്ന് കൊണ്ടുവന്ന് ചേർത്തു, ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ചേർത്തു, ഒരു വീട്ടിൽ തന്നെ 40 പേരെ ചേർത്തു, ഇത്തരം അലിഗേഷൻസൊക്കെ മാറ്റിയിട്ട് ഒരു ക്ലീൻ പട്ടിക 2026 ജനുവരി 1 ആകുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലുണ്ടാവും. ആ വോട്ടർ പട്ടിക അധികരിച്ചായിരിക്കും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുക. അത് കഴിഞ്ഞു. 2026 ജനുവരി 1 പുതിയ വോട്ടർ പട്ടിക
പ്രാബല്യത്തിൽ വന്നു. എപ്പോഴാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക? ഏപ്രിലോ മെയ്യോ ആണ്. ഏപ്രിലോ മെയ്യോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനുവരി കഴിഞ്ഞിട്ട് ഏപ്രിലോ മെയ്യോ ആകുമ്പോഴത്തേക്കും പ്രായപൂർത്തിയാവുന്ന കുറച്ച് ആളുകളുണ്ടാവും. അതായത് പിന്നെ സംഭവിക്കുക 2026 ജനുവരി 1 പ്രായപൂർത്തിയായ മുഴുവൻ ആളുകൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അല്ലെങ്കിൽ ഈ കാലയളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ടുള്ള ഒരു സമയം അനുവദിക്കും. ഒരു വിൻഡോ പീരീഡ് ഉണ്ടാവും. ഇതാണ് സാധാരണ നിലയ്ക്ക് സംഭവിക്കുക. ഇത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ്. പിന്നെ നോർമൽ പ്രക്രിയ ആയിട്ട് നടക്കുന്ന ഒരു റിവിഷനും കൂടെ നടക്കും. ആ റിവിഷനിൽ കുറേ ആളുകൾക്ക് വോട്ട് ചേർക്കാനും വോട്ട് ഒഴിവാക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും ഒരു 3 മാസത്തിനിടയിൽ. അപ്പോൾ ഇതേ പ്രക്രിയ നടക്കും. അതായത് കഴിഞ്ഞ 2024 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെയാണോ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നത് അതേ പണി ഈ വിൻഡോ പീരീഡിൽ നടക്കും. അതെവിടെയൊക്കെ നടത്തണം എന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് നടത്താം. അപ്പോൾ ഇതൊരു എന്താ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പണിയായിട്ട് ഇത് അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന 2026 ജനുവരി 1 പ്രക്രിയ എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ, അതിൽ തന്നെ എന്തൊക്കെ ക്രമക്കേടായിരിക്കും നടക്കുകയെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായ സകല മനുഷ്യന്മാർക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പ്രയാസമില്ല, അവർക്ക് രേഖ കാണിച്ചാൽ മതി എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ 2002 ഇപ്പോൾ എറണാകുളത്ത് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ കോഴിക്കോടാണ് അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരുള്ളത് ഇപ്പോൾ ഒന്ന് വിചാരിക്കാം. അത് നിലനിൽക്കുമോ, തള്ളിക്കളയപ്പെടുമോ, അല്ലെങ്കിൽ അയാൾ എന്ത് രേഖയായിരിക്കും സമർപ്പിക്കേണ്ടി വരിക? അയാൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാവുമല്ലോ. എന്നുവെച്ചാൽ അയാൾക്ക് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മാറിയത് സംബന്ധിച്ചുള്ള അയാളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന രേഖ സംബന്ധിച്ചുള്ള എന്താണോ രേഖ അത് സമർപ്പിക്കേണ്ടി വരുമല്ലോ. ഇതൊക്കെ മൊത്തം കൺഫ്യൂഷനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സംവിധാനം ഉദ്ദേശിക്കുന്ന വിധത്തിൽ കുറേ ആളുകളെ പുറന്തള്ളുക, അല്ലെ കുറേ ആളുകളെ ഒഴിവാക്കുമ്പോൾ ഒഴിവാക്കുന്നതിന് ആധാരം പൗരത്വമായി മാറുക. ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അതാണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് അനുസൃതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം. ഇത് പരിഷ്കരിക്കുന്നതിനല്ല. അത് പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും നടന്നുകൊണ്ടിരിക്കുന്നത്. അതവിടെ നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ? ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ബീഹാറിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് വോട്ട് ചോരി വിവാദത്തിലൂടെയൊക്കെ വിവാദം ഉണ്ടായി. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ പ്രചാരണത്തിന് ശേഷം ബീഹാറിലെ തദ്ദേശീയ പാർട്ടികളടക്കം വലിയ ആശങ്കയിലായിരുന്നു. കേരളത്തിലും ഇത് വരുന്ന സമയത്ത് CPIM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഈ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുമോ, അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രായോഗികത എന്തൊക്കെയായിരിക്കും, തങ്ങളുടെ വോട്ട് ബേസിൽ വിള്ളലുണ്ടാകുമോ, ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന്മേലുണ്ടാകാവുന്ന ആശങ്കകൾ എന്തൊക്കെയായിരിക്കും? അല്ല, കേരളത്തെ സംബന്ധിച്ച് അത്ര വലിയ ആശങ്ക ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടിക റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2019 അന്ന് ഉന്നയിക്കപ്പെട്ട ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇരട്ട വോട്ട് സംബന്ധിച്ച ആക്ഷേപം. അന്ന് കോൺഗ്രസ് ആണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ ആക്ഷേപം ഉന്നയിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ പ്രശ്നം തൃശ്ശൂരിലെയാണ്, 2024 അതായത് ഇങ്ങനെ സംഘടിതമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പാകത്തിൽ വോട്ട് ചേർക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് 2024 കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും CPI ആണെങ്കിലും ഒക്കെ ഈ ഒരു സാധ്യത അവർ മുന്നിൽ കാണുകയും അത് മുന്നിൽ കണ്ടുകൊണ്ട് അത് ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം അവരുണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വരുമ്പോൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വോട്ടർമാരെ സംബന്ധിച്ച്. കേരളത്തിൽ അത് വലിയ പ്രശ്നമാകും എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു തലവേദനയായിട്ട് മാറില്ല. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ സമയത്ത് പാലക്കാട് ഒരു സാമ്പിൾ മണ്ഡലത്തിൽ ഞങ്ങൾ പരിശോധിച്ച് നോക്കി,
ആ സമയത്ത് 2002 പട്ടികയിലുള്ള 80% പേരും ആ പേരും 2025 പട്ടികയിൽ ഉണ്ട് പട്ടികയിലുണ്ട് എന്നാണ് എന്ന് അവർ അദ്ദേഹം പറഞ്ഞു. പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ കേരളത്തിൽ ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കാലം മുമ്പ് തന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. അത് കേരളത്തിലെ സർക്കാരുകൾ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം കേരളത്തിൽ വരില്ല. ഇത് കേരളത്തെ ഉദ്ദേശിച്ചുള്ളൊരു പ്രോസസ്സ് അല്ല. എന്തുകൊണ്ട് കേരളത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മാതൃകയായിട്ട് കാണിക്കാം, ഇതാ കേരളത്തിൽ നടത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ബാക്കിയുള്ളിടത്ത് നടത്തുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് സ്ഥാപിച്ചെടുക്കണം. അങ്ങനെ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ കേരളമോ തമിഴ്നാടോ കർണാടകയോ പോലുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടത്തിയിട്ട് ഇവിടെ ആർക്കും പ്രശ്നമില്ല, 80% പേരും പട്ടികയിലുണ്ട്, അല്ലെങ്കിൽ 90% പേരും പട്ടികയിലുണ്ട്, അല്ലെങ്കിൽ 100% പേരും പട്ടികയിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ളിടത്ത് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് രാജ്യവ്യാപകമായിട്ട് നടത്താൻ പോകുന്നു എന്ന് അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പോണ്ടിച്ചേരിയുണ്ട്, ആസാമുണ്ട്, ബംഗാളുണ്ട്. ഈ 5 സംസ്ഥാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റൻസീവ് റിവിഷന് ശേഷം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വലിയ തർക്കം ഉണ്ടാകാൻ പോകുന്ന 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ബംഗാളും ആസാമും ആയിരിക്കും. ബാക്കി വരുന്ന കേരളത്തിലോ തമിഴ്നാട്ടിലോ പോണ്ടിച്ചേരിയിലോ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വാദിക്കാൻ പറ്റുന്നത് എന്താ, 3 സംസ്ഥാനങ്ങളിൽ SIR നടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല, കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും പ്രശ്നമില്ല. പ്രശ്നമുള്ളത് ആസാമിലും ബംഗാളിലുമാണ്. ആസാമിലും ബംഗാളിലും പ്രശ്നം വരുന്നതിൻ്റെ കാരണം എന്താ, അവിടെ ഇൻഫിൽട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കടന്നുകയറ്റമുണ്ട്, അല്ലെങ്കിൽ അവിടെ പൗരത്വമില്ലാത്ത ആളുകളുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന് സ്ഥാപിക്കാൻ ഉള്ളൊരു മാർഗമാണിത്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ഈ എന്യൂമറേഷൻ അല്ലെങ്കിൽ രേഖ അല്ലെങ്കിൽ കണക്ക് അല്ലെങ്കിൽ 2002 ഉണ്ടായിരുന്നവർ 2025 ഉണ്ടോ, 2002 ഉണ്ടായിരുന്ന 80% പേര് 2025 ഉണ്ട് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ ബേസിസിൽ ഇതിനെ കാണുന്നത്. ഇതൊരു വിശാലമായ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പാക്കാൻ പാകത്തിലാണ് ഈ സാധനം അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ബീഹാറിൽ പ്രശ്നമുണ്ടാവും, UP പ്രശ്നമുണ്ടാവും, മധ്യപ്രദേശിൽ പ്രശ്നമുണ്ടാവും, അസമിൽ പ്രശ്നമുണ്ടാവും, വെസ്റ്റ് ബംഗാളിൽ പ്രശ്നമുണ്ടാവും. അത് മതി പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ SIRന് ഇപ്പോൾ ഒരുങ്ങി പുറപ്പെടുന്നത്. ഇതിനെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾ രേഖകളുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു, രേഖകളുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സിമ്പിൾ അരിത്തമാറ്റിക്കിൽ ഇതിനെ കാണാൻ സാധിക്കില്ല. ഇതൊരു വിശാലമായ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. ഈ വിശാലമായ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലമേ ഉള്ളൂ, UP 80 ലോക്സഭാ മണ്ഡലമുണ്ട്, ബീഹാറിൽ എത്ര ലോക്സഭാ മണ്ഡലമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം. അത്രയും അതിനോട് ഒപ്പിച്ചതാണ് തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലം. തമിഴ്നാട്ടിൽ പ്രശ്നമൊന്നുമില്ല, ബീഹാറിൽ പ്രശ്നമുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മുമ്പ് കാലത്തൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ PR വർക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ അംഗത്വം നേടൂ, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകൂ, ഇങ്ങനെ തുടങ്ങിയുള്ള പരസ്യങ്ങൾ വരെ നേരിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിരുന്നു. അതായത് പരമാവധി പൗരന്മാർക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരം കൊടുക്കുക എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. പക്ഷേ ഈ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതല്ല. അതായത് എങ്ങനെയെങ്കിലും ആളുകളെ പുറത്താക്കാനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭരണഘടനാ സ്വതന്ത്ര സ്ഥാപനത്തിൻ്റെ ഒരു അധപ്പതനം ഇങ്ങനെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ദുഃഖമുണ്ടല്ലോ. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പരമാവധി ആളുകളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉത്തരവാദിത്തം. ഇവിടെ ജനിച്ച ആളുകൾ, അവരുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ജനിച്ച ആളുകൾ, ഇവിടെ ജനിച്ച് 18 വർഷം ഇവിടെ വളർന്ന മനുഷ്യന്മാർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം. അങ്ങനെയാണല്ലോ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു മുന്നോട്ട് പോക്ക്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താ, ഈ 18 വർഷം ഇവിടെ വളർന്ന മനുഷ്യന്മാർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരാളുടെയെങ്കിലും പൗരത്വം നിങ്ങൾ തെളിയിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ മാത്രം പോരാ, നിങ്ങളുടെ രക്ഷിതാക്കളായ 2 പേരുടെയും പൗരത്വം നിങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പരിഷ്കൃതമായൊരു സൊസൈറ്റിയിൽ ഒരു ഭരണകൂടവും ഇത് ആവശ്യപ്പെടില്ല. നിങ്ങൾ 18 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പൗരനാണ് എന്ന് പരിഷ്കൃതമായ സമൂഹത്തിൽ എല്ലാ
എല്ലാ ഭരണകൂട സംവിധാനവും അത് അംഗീകരിക്കും. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ 18 വർഷം ഇവിടെ ജീവിച്ചാലും കൊള്ളാം, ജീവിച്ചില്ലെങ്കിലും കൊള്ളാം, നിങ്ങളുടെ പൗരന്മാരിൽ നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ഒരാളുടെ പൗരത്വമെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏത് ലോജിക്കിലാണ് ഇത് അംഗീകരിക്കപ്പെടുക? ഏത് ലോജിക്കിലാണ് ജുഡീഷ്യൽ സംവിധാനം ഇത് അംഗീകരിക്കുക? അപ്പോൾ പരമാവധി ആളുകളെ പുറത്താക്കുമ്പോൾ തന്നെ ആരെയൊക്കെ പുറത്താക്കണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ പൗരത്വ നിയമം അനുസരിച്ച് ചില വ്യവസ്ഥകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയൊക്കെയാണ് പുറത്താക്കേണ്ടത്. അപ്പോൾ അതിനൊരു എന്താ പറയുക, അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ബീഹാറിലെ SIR കഴിഞ്ഞു. അവിടെ പുറത്താക്കപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യത ഇപ്പോഴും ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ 65 ലക്ഷം പേര് ഒഴിവായി. അതിൽ 22 ലക്ഷം പേരും മരിച്ചു പോയവരാണ്. ബാക്കി കുറേ ആളുകൾ ജോലി തേടി വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയവരാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് ആളുകൾ പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്ന പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു കണക്കെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കാനുള്ള സംഗതി എന്താ? പൗരത്വം സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാതെ പുറത്താക്കപ്പെട്ട മനുഷ്യന്മാർ ഇത്രയും പേരുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ലേറ്റർ സ്റ്റേജിൽ പറഞ്ഞേക്കാം. ഈ 2026 ജനുവരി 2-ന് ശേഷം അല്ലെങ്കിൽ ജനുവരി 1-ന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ലാർജർ കണക്ക് പറയാം. പൗരത്വം സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത്ര പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വയ്ക്കുന്നൊരു കണക്കെന്തായിരിക്കും? ജെന്യുവനായിട്ടുള്ള പൗരത്വ രേഖയില്ലാത്ത ഇത്രയും മനുഷ്യന്മാർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്യാജ കണക്കായിരിക്കും. അല്ലെങ്കിൽ ഒരു വ്യാജ പൗരത്വ രജിസ്റ്റർ രേഖയില്ല എന്ന് പറയുന്നതിന് സാധുതയുണ്ട്. കാരണം വെച്ചാൽ രേഖയില്ലാത്ത മനുഷ്യന്മാർ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. ഈ പറയുന്ന 2002 എന്നുള്ള ബേസ് ലൈനോ 2003 എന്നുള്ള ബേസ് ലൈനോ വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ജീവിച്ച മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ആശുപത്രിയിൽ ജനിച്ചപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അന്ന് അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ ചിലപ്പോൾ വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകൃതിക്ഷോഭത്തിലോ ഒക്കെ ഇല്ലാതായി പോയിട്ടുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള സിനാരിയോ ഉണ്ടാവും. പക്ഷേ രാജ്യത്തിന് മുമ്പിൽ എന്താ? ഇവർക്ക് ആർക്കും രേഖയില്ല. ഇനി രേഖയില്ലാത്തവരാണെങ്കിലോ അവരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖയുള്ളവരാക്കി വെക്കാനുള്ളൊരു നിയമ ഭേദഗതി അവിടെ ഓൾറെഡി ഉണ്ട്. അവർ മുസ്ലിങ്ങളാണെങ്കിൽ മാത്രം അവർക്ക് പൗരത്വം കിട്ടാത്തൊരവസ്ഥ അവിടെ ഉണ്ട്. ഇത് വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഈ പറയുന്ന പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ ആളുകളെ ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്നു. ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയതിൻ്റെ അടിസ്ഥാനം ഈ പൗരത്വമില്ലാത്തതാണ് എന്ന് നമ്മൾ നിയമ സംവിധാനത്തിന് മുമ്പിൽ ഹാജരാക്കുന്നു. ആ നിയമ സംവിധാനത്തിന് മുമ്പിൽ ഒരു നിയമ ഭേദഗതി അവിടെ ഉണ്ട്. അവർക്ക് നിശ്ചിത തീയതിക്ക് മുമ്പ് വന്നവരാണെങ്കിൽ മുസ്ലിങ്ങളല്ലെങ്കിൽ പൗരത്വം നൽകാനുള്ളൊരു വ്യവസ്ഥ അവിടെയുണ്ട്. ഇതിൻ്റെ ഒരു വിശാലമായ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് RSS മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം ഇതാണ്. ഇത് മുഴുവൻ നടക്കുന്നത് RSSൻ്റെ ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് SIR നടത്താൻ പോകുന്നത്. അത് മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിലുണ്ട് എന്ന് പൊതുവിൽ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ജുഡീഷ്യറിയെ മനസ്സിലാക്കിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യമാണ് നമ്മൾ ഗൗരവത്തിൽ ആളുകളോട് സംസാരിക്കേണ്ടത്, പൊതുവിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. എത്രയൊക്കെ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന് ന്യായീകരിച്ചാലും SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് പിറകിലുള്ള രാഷ്ട്രീയ അജണ്ട അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കാതിരിക്കാൻ എല്ലാവിധ രാഷ്ട്രീയ ജാഗ്രതയും ഇവിടുത്തെ പൗരസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണം. അത് നിയമപീഠത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ജാഗ്രതയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.